ബിഗ് ബോസ് മലയാളം സീസൺ 7 58-ാം എപ്പിസോഡിന്റെ റിവ്യൂ ആണ്. ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രത്യേകത ഫാമിലി വീക്ക് ആരംഭിച്ചു എന്നുള്ളതാണ്. അനീഷിന്റെ അമ്മയും അനിയനും ആ വീട്ടിലേക്ക് എത്തി. ഷാനവാസിന്റെ വൈഫും മോളും എത്തി. കൂടാതെ ബിന്നിയുടെ ഭർത്താവ് നൂബിൻ ബിബി ഹൗസിലേക്ക് എത്തുകയും ചെയ്തു. ഈ രാത്രിയിൽ അദ്ദേഹം അവിടെ സ്റ്റേ ചെയ്യുകയാണ്. 3 ദിവസക്കാലം താൻ അവിടെ ഉണ്ടാകും എന്നും അറിയുന്നു. അതുകൂടാതെ ഇന്നത്തെ ദിവസം ബിന്നിയെ സംബന്ധിച്ച് ലോട്ടറി അടിച്ച ദിവസമാണ്. ഇന്ന് താൻ ക്യാപ്റ്റൻ ആവുകയും ചെയ്തു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യത്തെ വനിതാ ക്യാപ്റ്റൻ എന്നുള്ള പദവി ബിന്നിക്കാണ് ലഭിച്ചത്. അതും മനോഹരമായിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയായിരുന്നു. അതുകൂടാതെ എപ്പിസോഡിന്റെ അവസാന സമയത്ത് കുറെ ചിരിക്കാനുള്ള ഫൺ മൊമെന്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതിന് മുഖാന്തരമായി മാറിയത് ബിന്നിയുടെ ഹസ്ബൻഡ് വന്നത് തന്നെയാണ്. അത്താഴമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറെ സമയം പുറത്തിരുന്ന് എല്ലാവരും കാര്യം പറഞ്ഞിട്ട് കിടക്കാൻ വേണ്ടി പോയി. അപ്പോൾ അതിനു മുമ്പ് തന്നെ ബിന്നി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഇവിടെ ഒരുത്തനും ഉറങ്ങത്തില്ല, നമ്മുടെ കിടക്കയിലേക്ക് തന്നെയായിരിക്കും എല്ലാവരുടെയും നോട്ടം. ഇന്നിവിടെ ചിലതൊക്കെ നടക്കുമെന്നാണ് പലരും വിചാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ബിന്നി പറയുന്നുണ്ടായിരുന്നു. പറഞ്ഞത് ബിന്നി ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. വേറെ ചിലരൊക്കെ ആയിരുന്നെങ്കിൽ ഈ ഒരാഴ്ച അലക്കാനുള്ള സാധനം കണ്ടേനെ. ഏതായാലും പറയാൻ വന്ന വിഷയം ഇതാണ്. എല്ലാവരും കിടക്കയിലേക്ക് വന്ന് കിടക്കുകയാണ്. പക്ഷേ നെവിൻ മാത്രം കിടക്കില്ല. നെവിൻ അവരുടെ രണ്ടുപേരുടെയും കട്ടിലേക്ക് മാത്രം നോക്കിയിരിക്കുകയാണ്. എന്തിനാണ് ഇരിക്കുന്നത്? സീൻ പിടിക്കാൻ വേണ്ടിയാണ്. നൂബിൻ പറയുന്നുണ്ട്, എന്റെ നെവിനെ നീ ഒന്ന് പോയി കിടക്ക്, ഞാൻ 58 ദിവസത്തിന് ശേഷം എന്റെ ഭാര്യ ഒന്ന് കണ്ടതാ. അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട, ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. CCTV ക്യാമറ നോക്കിയിരിക്കുന്നത് പോലെ നെവിനും അങ്ങനെ താടിക്കും കൈയും കൊടുത്ത് അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പുറത്ത് വന്ന് കിടക്കുന്നു, അവിടെ കിടന്നുകൊണ്ട് നോക്കുന്നു. ഈ സമയത്ത് അനുമോള് വരുന്നുണ്ട്. അനുമോള് വന്നിട്ട് ഒരു ബ്ലാങ്കറ്റും കുറെ തലയണയും ഒക്കെ എടുത്ത് അവരുടെ സൈഡിൽ കൊണ്ടുവന്ന് നെവിന് കാണാൻ പറ്റാത്ത രീതിയിൽ അവിടെ അങ്ങ് മറച്ചു വെച്ചൊരു മതിൽ കെട്ടുന്നുണ്ട്. നെവിൻ ചാടി എഴുന്നേറ്റ് അനുമോളോട് ദേഷ്യപ്പെട്ട് ഈ സാധനമെല്ലാം വലിച്ചു വാരി എറിയുന്നു. എനിക്ക് കാണണം, ഞാൻ കാണും എന്ന് പറഞ്ഞ് വീണ്ടും അവിടെ കിടക്കുകയാണ്. പിന്നെയും അനുമോൾ അതിനകത്ത് ഇടപെടുന്നു. അനുമോൾ എന്നിട്ട് അവസാനം നെവിനെ വിളിച്ചു കൊണ്ടുവന്ന് തൻ്റെ കട്ടിലിൽ കിടത്തിയിട്ട് പറയുകയാണ്, നിനക്ക് സീൻ പിടിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ദേ ഇവിടെ കിടന്ന് അങ്ങോട്ട് നോക്കൂ. അപ്പോൾ ആര്യനും ജിസയിലും അപ്പുറത്ത് കിടക്കുകയാണ്. അങ്ങോട്ട് നോക്കൂ, നിനക്ക് ധാരാളം സീൻ കിട്ടും. ഞാൻ പിടിച്ചു മടുത്തതാണ്, നീ ഇനി പിടിച്ചു. ഇത് കേട്ടുകൊണ്ട് നെവിൻ സൂക്ഷിച്ച് ആര്യന്റെയും ജിസയിലിന്റെയും കിടക്കയിലേക്കൊന്ന് നോക്കുന്നുണ്ട്. ഇനിയിപ്പോ അവിടെ കിട്ടിയില്ലെങ്കിൽ ഇവിടെ ആകട്ടെ എന്നുള്ള രീതിയിൽ. അയ്യോ, ആ അവസ്ഥ കണ്ടിട്ട് ചിരിച്ചൊരു പരുവായി. സത്യത്തിൽ ഇത് സീരിയസ് ഒന്നും അല്ല കേട്ടോ. ഇതിനെ സീരിയസ് ആക്കാൻ വേണ്ടി പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട്. ഇത് സീൻ പിടുത്തമൊന്നുമല്ല, അതൊരു കോമഡിയാണ്. പക്ഷേ പല ആൾക്കാരും അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ഇവന്മാർക്കൊക്കെ ഭയങ്കര ദാരിദ്ര്യമാണല്ലോ, എന്തൊരു ശോകമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതൊരു ഫൺ മൊമെന്റ് ആയിട്ട് മാത്രം കരുതിയാൽ മതി. എന്തായാലും വളരെ രസകരമായിട്ട് ചിരിച്ചൊരു പരുവാകുന്ന തരത്തിലുള്ള പല സാധനങ്ങളും ഇന്ന് രാത്രിയിൽ ബിഗ് ബോസ് വീട്ടിനകത്തുനിന്ന് പുറത്തു വന്നിട്ടുണ്ട്. മലയാളം ബിഗ് ബോസിന്റെ ഫാമിലി വീക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക വികാരമാണ്. വല്ലാത്തൊരു തരംഗമാണ് ആ സമയത്ത് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ സീസണിൽ തുറന്നു പറയാമല്ലോ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഫാമിലി വീക്ക് ഒന്നുമല്ലാതെയായി മാറുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ സീസണുകളിലൊക്കെ മത്സരാർത്ഥികളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അതിനകത്തേക്ക് കയറി വരുന്നത്, അതിൽ ഒരു ക്യൂരിയോസിറ്റി ബിഗ് ബോസ് എപ്പോഴും നിലനിർത്തുമായിരുന്നു. ആർക്കും അറിയില്ല എപ്പോൾ ആര് വരും എന്നുള്ളതിനെക്കുറിച്ച്. എല്ലാവരും ഇങ്ങനെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്നൊരു പാട്ടിന്റെ ഈരടികൾ മുഴങ്ങുന്നു. എല്ലാവരും കൂടി ഒരുപോലെ ആവലോടെ ഓടുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും ആണോ എന്നുള്ളത് അറിയുവാൻ വേണ്ടി. എന്നിട്ട് ചിലരൊക്കെ സന്തോഷത്തോടെ അവരെ കൂട്ടിക്കൊണ്ടുവരുന്നു. മറ്റു ചിലർ കണ്ണുനീരോടുകൂടി അകത്തേക്ക് കയറിപ്പോകുന്നു. എപ്പോഴാണാവോ എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നത്? ഇങ്ങനെയൊക്കെയുള്ള അത് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന നല്ല വൈകാരികമായ ചില മുഹൂർത്തങ്ങളായിരുന്നു. എന്നാൽ ഈ സീസണിൽ ആ സംഗതി പാടെ അങ്ങ് പൊളിച്ചു മാറ്റി. നേരത്തെ കൂട്ടി പറയുകയാണ്, ഇന്നയാളിനെ കാണുവാൻ വേണ്ടി ഇന്നാര് വരുന്നുണ്ട്, അതുകൊണ്ട് ഇത്ര സമയമാകുമ്പോഴേക്കും നിങ്ങൾ റെഡിയായി നിന്നോണം എന്ന് പറയുകയാണ്. അനീഷിന്റെയും ഷാനവാസിന്റെയും ഫാമിലിയാണ് ആദ്യമായിട്ട് ആ വീട്ടിലേക്ക് കയറുന്നത്. എന്നാൽ അവരെ വരവേൽക്കുവാൻ വേണ്ടി ചെല്ലുന്നത് ആ വീട്ടിലുള്ള മത്സരാർത്ഥികളാണ്. ഈ രണ്ടാൾക്കാരും ആ സമയത്ത് ആക്ടിവിറ്റി ഏരിയയിൽ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു വിരോധാഭാസമാണ്! അതോ ഒരു ബാലികേറാമല എന്ന് പറയുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ എങ്ങും ചെയ്തു തീർക്കാൻ പറ്റാത്ത ഒരുമാതിരി കൊണസ്റ്റു പിടിച്ച ടാസ്ക് അവർക്ക് കൊടുത്തിരിക്കുന്നു. വല്ലാത്തൊരു കഷ്ടമായിട്ടാണ് അത് തോന്നിയത്. അനീഷ് ആണെങ്കിൽ ആ ടാസ്ക് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നുള്ള സംശയത്തിൽ ബിഗ് ബോസിന്റെ മുമ്പിൽ കെഞ്ചുകയാണ്. ബിഗ് ബോസ് ഒരവസരം കൂടി താ ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നു. ഇതിനിടയിൽ ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ്, അവരവിടെ ആ ടാസ്ക് പൂർത്തിയാക്കുന്നില്ല എങ്കിൽ അവരെ കാണുവാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇത് കേട്ട് വന്നു കയറിയ അതിഥികൾ ആകപ്പാടെ അമ്പരന്നിരിക്കുകയാണ്. ഒടുവിൽ കൊടുത്ത ടാസ്ക് ഒക്കെ കോളമായി വല്ലാത്തൊരവസ്ഥയിൽ അനീഷ് അവിടെ അങ്ങ് തളർന്നു വീണുപോയി കേട്ടോ.
അത് കണ്ടപ്പോഴേക്കും വല്ലാത്തൊരു സങ്കടം നമുക്കും തോന്നുകയാ. ഇത്രമാത്രം ഒരു ഫാമിലി വീക്കിനെ നശിപ്പിക്കാമെന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. സത്യത്തിൽ അനീഷിനെ കാണാൻ വേണ്ടി അമ്മയും തന്റെ അനിയനും കൂടി ആക്ടിവിറ്റി ഏരിയയിലേക്ക് കയറി ചെല്ലുകയാണ്. പാവം ആ സമയത്ത് കരഞ്ഞു തളർന്ന്, അതിനേക്കാൾ ഉപരി ഒരു അപമാന ഭാരം. കാരണം ഇതുവരെ എല്ലായിടത്തും മുന്നിട്ട് നിന്ന ഒരു മനുഷ്യനാണ്. തന്റെ അമ്മയുടെയും സഹോദരന്റെയും മുമ്പിൽ താൻ അപമാനിതനായതുപോലുള്ളൊരു ഫീലായിപ്പോയി അനീഷിനുണ്ടായിരുന്നത്. ഷാനവാസ് പിന്നെ വലിയ കുഴപ്പമില്ലാതെ ആ പരിപാടി പൂർത്തിയാക്കി. ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്. ഇനി അതൊക്കെ പോകട്ടെ, നൂബിൻ വരികയാണ്. നൂബിൻ വരുന്ന സമയത്ത് ബിന്നിക്ക് യാതൊരു തരത്തിലുള്ള ടാസ്കുകളുമില്ല, ഒരു ചാലഞ്ചുമില്ല. കൃത്യമായിട്ട് ബിന്നിയോട് പറഞ്ഞു, ട്രെയിനിന്റെ ശബ്ദം കേൾക്കും, ആ ട്രെയിനിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒരുങ്ങിയിരുന്നോണം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ശബ്ദം കേൾക്കുമ്പോഴേക്കും വാതുക്കലേക്ക് ഓടിപ്പോയി നിൽക്കണം. ഇതായിരുന്നു ബിന്നിക്ക് കൊടുത്ത ടാസ്ക്. ഇതൊക്കെ ആരുടെ തലമണ്ടയിലാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്? അല്ല, ഈ ടാസ്കുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാർക്കും ഒരുപോലെ തന്നെ അത് വേണ്ടേ? ചില ആൾക്കാർക്ക് ടാസ്ക്, അതും കഠിനമായ ടാസ്ക്, ചിലർക്ക് ഒരു പ്രശ്നവുമില്ല, വളരെ കൂളായിട്ട് പോകുന്നൊരവസ്ഥ. ഇതെന്തൊരു അനീതിയാണ് ബിഗ് ബോസേ. ഇനിയിപ്പം അടുത്ത ദിവസങ്ങളിൽ പല ഫാമിലിയും അതിനകത്തേക്ക് വരാൻ പോവുകയാണ്. എന്തൊക്കെയായിരിക്കും കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും നമ്മൾ എപ്പിസോഡിലേക്ക് പോകാൻ പോവുകയാണ്. അതിനു മുൻപായി നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. നമ്മുടെ വീഡിയോ കാണുന്നവരിൽ 90% ആൾക്കാരും കണ്ടുപോകുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളുക. കാരണം ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വാർത്തകളും കൃത്യസമയത്ത് ഈ ചാനലിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എപ്പിസോഡിലേക്ക്. തുടക്കത്തിൽ തന്നെ കാണുന്നത് കിച്ചണിലെ ഒരു അടിയാണ്. കുറെ ദിവസങ്ങളായിട്ട് രാവിലെ കിച്ചണിൽ അങ്ങനെ അടിയില്ലാതിരിക്കുകയായിരുന്നു. പക്ഷേ പഴയതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ അനീഷും നമ്മുടെ ബിന്നിയും തമ്മിലാണ് അടി നടക്കുന്നത്. ബിന്നി കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ ആയതോടുകൂടി കിച്ചണിൽ ഒരു കാര്യവും സമയത്തും നേരത്തും കാലത്തും നടക്കുന്നില്ല എന്നുള്ളതാണ് അനീഷിന്റെ കംപ്ലൈന്റ്. അനീഷ് അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷേ ബിന്നി ഒരു പണിയും ചെയ്യുന്നില്ല. എല്ലാം അലങ്കോലമാക്കിയിട്ടിരിക്കുകയാണ്. കൃത്യസമയത്ത് ഭക്ഷണം കിട്ടാറില്ല. ആകെപ്പാടെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പ്രശ്നം എവിടെയാണ് അവസാനം പറയേണ്ടത്? മെയിൻ ക്യാപ്റ്റനായ ഒനിലിന്റെ അടുക്കലാണ്. ഒനിലിനോട് കാര്യം പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. ഒനില് സീസൺ 7 ഏറ്റവും ബോറൻ, ഏറ്റവും മോശം ക്യാപ്റ്റൻ എന്നുള്ളൊരു അഭിപ്രായമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് അനുമോളും ബിന്നിയും ഒക്കെ കൂടി പിന്നീട് സംസാരിക്കുന്നതും കാണുന്നുണ്ട്. ഒരു ഗുണവുമില്ലാത്തൊരു ക്യാപ്റ്റനായി പോയി എന്ന്. എന്തായാലും ബിന്നിയും അനീഷും തമ്മിൽ നിസ്സാരമായൊരു ബഹളമല്ല, പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ് അടുക്കളയ്ക്കകത്ത് നടന്നത്. തുടർന്ന് ഒരു ടാസ്ക് ലെറ്റർ വായിക്കുകയാണ്. ക്യാപ്റ്റൻസി ടാസ്ക് ആണ്. ഈ ആഴ്ച ബിഗ് ബോസ് വീടിനെ ആര് ഭരിക്കും അതിനെക്കുറിച്ചുള്ള തീരുമാനമാകാൻ പോവുകയാണ്. 3 ആൾക്കാരാണ് ക്യാപ്റ്റൻ ആകുവാൻ വേണ്ടി നിൽക്കുന്നത്. ബിന്നിയുണ്ട്, ആര്യനുണ്ട്, അക്ബറുണ്ട്. ഇവർക്ക് 3 പേർക്കുമായിട്ടുള്ള ടാസ്ക് അക്ഷര നക്ഷത്രം എന്നാണ് ടാസ്കിന്റെ പേര്. ഗാർഡൻ ഏരിയയിൽ 3 ബോർഡുകളുണ്ട്. ഈ 3 ബോർഡുകളിൽ ക്യാപ്റ്റൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് വെറുതെ പെയിന്റ് കൊണ്ട് എഴുതി വെച്ചിരിക്കുകയല്ല. ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ രൂപത്തിൽ ആ ബോർഡിന്റെ ഓരോരോ ഭാഗങ്ങൾ കൃത്യമായി വെട്ടിവെച്ചിരിക്കുകയാണ്. കണ്ടാൽ ക്യാപ്റ്റൻ എന്ന് വായിക്കുവാൻ കഴിയും, പക്ഷേ അക്ഷരമല്ല, അക്ഷര രൂപത്തിൽ കുഴിയാക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ ആ ഭാഗത്ത് കൃത്യമായിട്ട് സ്യൂട്ടാകുന്ന അക്ഷരങ്ങൾ ഓരോരോ ബ്ലോക്കുകളാക്കി ഒരു ബിന്നിനകത്ത് മറ്റൊരു സ്ഥലത്തും വെച്ചിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു പെഡസ്റ്റലും കാണുവാൻ സാധിക്കും. ബസർ ശബ്ദം കേൾക്കുമ്പോൾ 3 ആൾക്കാരും ഓടിച്ചെന്ന് ഓരോരോ അക്ഷരങ്ങളുടെ ബ്ലോക്കുകൾ എടുത്തുകൊണ്ടുവന്ന് കൃത്യമായി ആ കുഴിയുള്ള ഭാഗത്ത് ഫിറ്റ് ചെയ്തു വെക്കണം. അങ്ങനെ കൃത്യമായി ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അടുക്കി വെച്ച് കഴിയുമ്പോഴേക്കും ക്യാപ്റ്റൻ എന്നാകും. അവസാനത്തെ എൻ അതൊരു പ്രത്യേക കളറാണ്. പിങ്ക് കളറിലാണ് എൻ വെച്ചിരിക്കുന്നത്. ഈ എൻ ആദ്യം ആരാണോ അവിടെ കൊണ്ടുവന്ന് വെക്കുന്നത് ആ വ്യക്തിയാണ് ക്യാപ്റ്റനായി തീരുന്നത്. അപ്പോൾ ബസർ കേൾക്കുകയാണ്. 3 ആൾക്കാരും കൂടി ഓടുന്നു. അവർ ഓരോരുത്തരും കൃത്യമായിട്ട് ആ അക്ഷരങ്ങൾ അങ്ങനെ പതിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അവസാനത്തെ അക്ഷരത്തിന് വേണ്ടി 3 ആൾക്കാരും ഓടുകയാണ്. പക്ഷേ അത് കാണുവാൻ കഴിയുന്നില്ല. തൊട്ടപ്പുറത്തുള്ള പെഡസ്റ്റലിൽ പിങ്ക് കളറിൽ ഒരു എൻ അക്ഷരം വെട്ടിവെച്ചിട്ടുണ്ട്. അത് ബിന്നി കൃത്യമായി കണ്ടു. അതുമായിട്ട് ബിന്നി ഓടുകയാണ്. അക്ബറിനും ആര്യനും ആ അക്ഷരം അവിടെ ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതേയില്ല. സത്യത്തിൽ എല്ലാവരും കാണെ അവിടെ ഒരു പെഡസ്റ്റലിൽ ഈ സാധനം വെച്ചിരിക്കുകയാണ്. ഇത് മുന്നമേ നോക്കി കാണുന്നതിൽ അവർ പരാജയപ്പെട്ടു. പക്ഷേ അവരത് കണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആര്യനായിരിക്കുമായിരുന്നു ഇന്നത്തെ ക്യാപ്റ്റൻ. കാരണം ആര്യനാണ് വേഗത, ടാസ്ക് എല്ലാം കൃത്യമായി ചെയ്യാൻ തക്കവണ്ണമുള്ള ആ ഒരു ചടുലതയൊക്കെ ആര്യനിലാണുള്ളത്. ആര്യനാണ് ആദ്യം അവിടേക്ക് ഓടിയെത്തിയത്. രണ്ടാമതാണ് അക്ബർ ഓടിയെത്തുന്നത്. അവസാനമാണ് ബിന്നി വരുന്നത്. പക്ഷേ ബിന്നി നേരത്തെ തന്നെ ഈ സാധനം കണ്ടു. അതുകൊണ്ട് താൻ എടുത്തു. മറ്റേ 2 ആൾക്കാർ ആ ബിന്നിനകത്ത് കിടന്ന് വീണ്ടും പരതുകയാണ് അവസാനത്തെ എന്നിനു വേണ്ടി. അവർ 2 പേരും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബിന്നി കൃത്യമായി ഈ അക്ഷരം എടുത്തുകൊണ്ട് ഒട്ടിക്കുകയും അങ്ങനെ ക്യാപ്റ്റനായി മാറുകയും ചെയ്തു.
മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ലേഡി ക്യാപ്റ്റൻ എന്ന ബഹുമതി ബിന്നി ഇതോടുകൂടി കരസ്ഥമാക്കിയിരിക്കുകയാണ്. തുടർന്ന് ഫാമിലി വീക്കിനെ കുറിച്ചുള്ള ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് ആണ്. ബിന്നിയോട് ആദ്യം തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട്, ന്യൂബിൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന്. ഒരു ട്രെയിൻ ശബ്ദം കേൾക്കും, ആ സമയത്ത് റെഡിയായി നിൽക്കണം. രണ്ടാമത്തെ ട്രെയിൻ ശബ്ദം കേൾക്കുന്ന സമയത്ത് ന്യൂബിനെ എതിരേൽക്കാൻ വാതിൽക്കലേക്ക് ഓടിച്ചെല്ലണം. ഇതാണ് ബിന്നിക്ക് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ടാസ്ക്. ബിന്നി അതിനുവേണ്ടി രാവിലെ മുതൽ ഒരുങ്ങി നിൽക്കുകയാണ്. പക്ഷേ പാതിരാത്രി ആകാറായപ്പോഴാണ് ന്യൂബിൻ അവിടെ എത്തുന്നത്. എന്നാൽ അതിനു മുൻപ് തന്നെ ബിഗ് ബോസ് പറഞ്ഞു, രണ്ടാൾക്കാരുടെ ഫാമിലി ഇപ്പോൾ ഇവിടെ എത്തുവാൻ വേണ്ടി പോവുകയാണ്. അത് ആരുടേതാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഒരു ടാസ്ക് അവിടെ ആദ്യം കൊണ്ടുവരികയാണ്. ഒരു വലിയ ബോർഡ്, ആ ബോർഡ് നിറച്ച് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ വാരിക്കൂട്ടിയിരിക്കുന്നു. ഇതിനിടയിൽ നിന്നും കൃത്യമായിട്ട് നിങ്ങൾക്ക് വായിച്ചെടുക്കുവാൻ കഴിയണം ആരുടെയൊക്കെ ഫാമിലിയാണ് വരുന്നതെന്ന്. അതെ, ആദ്യ നിമിഷം തന്നെ അവർ വായിച്ചെടുത്തു. നിരത്തി എഴുതിയിരിക്കുന്ന അക്ഷരം 1 അനീഷ്, 2 ഷാനവാസ്. അപ്പോൾ അവർക്ക് വ്യക്തമായി ഷാനവാസിന്റെയും അനീഷിന്റെയും ഫാമിലി വരുവാൻ പോവുകയാണ്. എന്നാൽ ഫാമിലിയെ കാണണമെങ്കിൽ അതിനു മുൻപായി ആക്ടിവിറ്റി ഏരിയയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ടാസ്ക് ഉണ്ടായിരിക്കും. ആ ടാസ്ക് കൃത്യസമയത്ത് നിങ്ങൾ പൂർത്തിയാക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല. 2 പേരും അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ടാസ്ക് ചെയ്യുവാൻ വേണ്ടി അവർ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്നു. അവിടെ ഒരു ടാസ്ക് ലെറ്റർ ഉണ്ട്. ആ ടാസ്ക് ലെറ്റർ വായിക്കുമ്പോൾ ആദ്യം ഫാമിലി ഫോട്ടോയുടെ ഒരു പസിലാണ് കാണുവാൻ സാധിക്കുന്നത്. 2 ബോർഡുകളുണ്ട്. അതിന്റെ തൊട്ടരികത്തായി ഒരു പ്ലാസ്റ്റിക് ബാസ്ക്കറ്റ് ഉണ്ട്. അതിനുള്ളിൽ കുറേ ചിത്രങ്ങൾ, അത് പസിലുകളായിട്ടിരിക്കുകയാണ്. അത് കൃത്യമായിട്ട് അടുക്കി യോജിപ്പിച്ച് ഇത് ആരൊക്കെയാണ് എന്നുള്ളത് വ്യക്തമാക്കണം. അനീഷിന്റെ കല്യാണ സമയത്ത് എടുത്ത ഒരു ഫോട്ടോ, അനീഷിന്റെ അച്ഛനും അമ്മയും അനിയനും അനീഷും കൂടി നിൽക്കുന്ന ഫോട്ടോ, അത് പല പീസുകളാക്കി ഇട്ടിരിക്കുകയാണ്. അത് സംയോജിപ്പിക്കണം. ഷാനവാസും ഭാര്യയും 2 കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ, അത് ഷാനവാസിന് ലഭിച്ചിരിക്കുന്ന ബോർഡിലും അയാളും അത് നേരെ ചൊവ്വയാക്കി വെക്കണം. ഇതിനു വേണ്ടിയുള്ള പരിശ്രമമാണ്. അധികം വൈകാതെ ഷാനവാസ് കാര്യം സാധിച്ചു. പക്ഷേ അനീഷിന്റെ കിളി തുടക്കത്തിൽ തന്നെ പോയി. അതിന്റെ കാരണം ടാസ്ക് തുടങ്ങുന്നതിന് മുൻപ് അതിനകത്ത് വെച്ചിരിക്കുന്ന പ്ലാസ്മ ടിവിയിലൂടെ അനീഷിന്റെ അമ്മയും അനിയനും ഷാനവാസിന്റെ ഭാര്യയും മകളും ആ വീട്ടിലേക്ക് വന്നു കയറുന്നതും വീട്ടിലുള്ള മറ്റുള്ള മത്സരാർത്ഥികൾ എല്ലാവരും കൂടി ചെന്ന് അവരെ സ്വീകരിക്കുന്നതുമൊക്കെ ഇവർ കാണുന്നുണ്ടായിരുന്നു. അനീഷ് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല തൻ്റെ വീട്ടിൽ നിന്നും തന്നെ കാണുവാൻ വേണ്ടി ആരെങ്കിലും വരും എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അനീഷിന്റെ കിളി പോയി. അനീഷ് പറയുന്നത്, എൻ്റെ ബ്രെയിൻ പോലും വർക്ക് ചെയ്യുന്നില്ല. ഏത് പടം എവിടെ ഒട്ടിക്കണം എന്നുള്ളത് എനിക്ക് ഒരു നിശ്ചയവുമില്ല. കുറേ സമയമെടുത്തു അനീഷ് ആ പസിലൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കുവാൻ വേണ്ടി. അത് ചെയ്തു കഴിയുമ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കണം. 2ാം ഘട്ടം എന്താണ്? അവിടെ ഒരു താക്കോൽ ഇരിപ്പുണ്ട്. ആ താക്കോൽ എടുത്ത് തൊട്ട് മുൻപിൽ കാണുന്ന ചെറിയ പെട്ടി അത് തുറക്കണം. അത് തുറക്കുമ്പോൾ അറിയാം എന്താണ് അടുത്ത കടമ്പയെന്ന്. അത് തുറന്നപ്പോൾ അതിനകത്ത് കുറച്ച് ക്യൂബുകൾ വെച്ചിട്ടുണ്ട്. അത് കൂടാതെ ഒരു സ്കെയിലുമുണ്ട്. ദേ അടുത്ത ടാസ്ക് ലെറ്റർ. ഈ സ്കെയില് വായിൽ കടിച്ചു പിടിക്കണം. എന്നിട്ട് ക്യൂബ് ഒന്നിന് പുറത്ത് ഒന്നായി അടുക്കി വെക്കണം. അപ്പുറവും ഇപ്പുറവുമായിട്ട് 2 പെഡസ്റ്റലുകളുണ്ട്. ഒരു പെഡസ്റ്റലിന്റെ മുകളിൽ ഒരു ബൗളുമുണ്ട്. 3 ക്യൂബുകൾ ഒരു പെഡസ്റ്റലിന്റെ മുകളിൽ വെക്കണം. 2 ക്യൂബുകൾ മറ്റൊരിടത്തും വെക്കണം. വായിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന ഈ സ്കെയിലിന്റെ മുകളിലേക്ക് ഒരു ക്യൂബ് എടുത്ത് വെക്കണം. എന്നിട്ട് അപ്പുറത്തെ പെഡസ്റ്റൽ വരെയോളം നടന്നു ചെല്ലണം. അവിടുന്ന് ഒരു ക്യൂബ് എടുത്ത് ഇതിന്റെ മുകളിൽ വെച്ചതിന് ശേഷം തിരികെ ഇങ്ങോട്ട് വരണം. ഇവിടുന്ന് 3ാമത് മുകളിൽ ഒന്നുകൂടി വെച്ചതിന് ശേഷം അപ്പുറത്തേക്ക് പോകണം. അങ്ങനെ 5 ക്യൂബുകൾ. 5 ക്യൂബുകൾ മുകളിൽ വെച്ചുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. നല്ല രീതിയിൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഒരു ചെറിയ ചലനം പോലും ഈ ക്യൂബുകളെ താഴെ കളയും. അയ്യോ, അനീഷ് പെട്ടു. ഇവിടെ 2ഇടത്തും ഷാനവാസ് കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പൂർത്തിയാക്കി പെട്ടെന്ന് ഓടി പുറത്തേക്ക് പോയി തൻ്റെ ഭാര്യയും മകളെയും കാണുന്നുണ്ട്. എന്നാൽ അനീഷ് ശരിക്കും വല്ലാതെയായിപ്പോയി. അനീഷ് ബിഗ് ബോസിനോട് യാചിക്കുകയാണ്, ബിഗ് ബോസ് എനിക്കൊരു അവസരം തരണം, അടുത്ത പ്രാവശ്യം ഞാൻ ശരിയാക്കിക്കോളാം. ബിഗ് ബോസ് പറയുന്നു, സമയം തീരുകയാണ്. അപ്പോൾ സമയം തീർന്നു പോയാൽ അനിയനെയും അമ്മയും കാണാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ഉത്കണ്ഠയും കൂടി ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടന്ന് ആകെപ്പാടെ അങ്കലാപ്പിലാക്കുകയാണ്. അയാൾ തൊടുന്നതെല്ലാം പിഴയ്ക്കുകയാണ്. മാത്രവുമല്ല, തൻ്റെ അമ്മയുടെയും സഹോദരന്റെയും മുൻപിൽ വെച്ചൊരു ടാസ്ക് കൊടുത്തിട്ട് അതുപോലും ചെയ്യാൻ കഴിയാത്ത തരത്തിൽ താൻ ഒരു പരാജിതനായി പോവുകയാണല്ലോ എന്നുള്ള ആ ഒരു ഉത്കണ്ഠ തൻ്റെ മനസ്സിനകത്തുണ്ട്. എല്ലാം കൂടി അനീഷിനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. ഒടുവിൽ ഒരു തരത്തിൽ അനീഷ് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ അയാൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. അനീഷ് തളർന്ന് ആ ആക്ടിവിറ്റി ഏരിയയിൽ തന്നെ കുറേ സമയം ഇരുന്നു പോയി. ഇറങ്ങുവാൻ പറഞ്ഞിട്ട് ഇറങ്ങാത്തത് കൊണ്ട് അവസാനം അമ്മയെയും സഹോദരനെയും ബിഗ് ബോസ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് ചെല്ലുവാൻ പറയുകയാണ്. അവർ ചെല്ലുമ്പോഴേക്കും അനീഷ് വീണ് കിടന്ന് കരയുന്ന വളരെ ഹൃദയഭേദകമായ കാഴ്ചയാണ് കണ്ടത്. അനീഷിന്റെ പക്ഷം പിടിച്ച് സംസാരിക്കുകയൊന്നുമല്ല, ഇത് ഓവറായിപ്പോയി.
ഇങ്ങനെയൊന്നും ഒരിക്കലും ഒരു ഫാമിലി വീക്ക് നടത്തരുത്. ഫാമിലി വീക്ക് എന്ന് പറയുമ്പോൾ കാലങ്ങളായി നമ്മുടെയൊക്കെ മനസ്സിനകത്ത് കെട്ടിക്കിടക്കുന്ന ചില ചിന്തകളൊക്കെ ഉണ്ട്. അതിനെ മുഴുവനും പൊളിച്ചടുക്കിക്കൊണ്ട് ഏറ്റവും വൃത്തിഹീനവും മോശവുമായ രീതിയിൽ എങ്ങനെ ഒരു ഫാമിലി വീക്കിനെ കൊണ്ടുവരാം എന്നുള്ളത് തുടക്കത്തിൽ തന്നെ ബിഗ് ബോസ് കാണിച്ചു തന്നു. വളരെ ബോറായി പോയി. ഇത് ഒരു എന്റർടൈൻമെന്റ് ഷോ ആണെന്ന് ബിഗ് ബോസ് തന്നെ നമ്മളോട് പറയാറുണ്ട്. പക്ഷേ ഒരു എന്റർടൈൻമെന്റും ആർക്കും ഉണ്ടാകാത്ത വിധം ഈ ഫാമിലി വീക്കിന്റെ നിറം കെടുത്തുന്ന പ്രകടനമാണ് ആദ്യം തന്നെ കാണുവാൻ സാധിച്ചത്. എന്തായാലും ഒരു തരത്തിൽ കരഞ്ഞു കുളിച്ചു കിടക്കുന്ന അനീഷിനെ പൊക്കിക്കൊണ്ട് അവർ തിരികെ പോകുന്നുണ്ട്. 2 മണിക്കൂർ സമയം. ആ 2 മണിക്കൂർ സമയം വാസ്തവത്തിൽ അവർക്ക് കാര്യമായിട്ടൊന്നും ഇടപഴകാൻ പോലും കിട്ടിയില്ല. അപ്പോഴേക്കും അവർക്ക് മടങ്ങിപ്പോകാം എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അനീഷിന്റെയും ഷാനവാസിന്റെയും കുടുംബം ദേ വന്നു ദാ പോയി എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി. തുടർന്ന് വരുന്നത് നോമിനേഷനാണ്. കഴിഞ്ഞ ആഴ്ചയിലെ ടാസ്കിനോടുള്ള ബന്ധത്തിലും പിന്നീട് പൊതുവായ രീതിയിലും ആരൊക്കെയാണ് ഉഴപ്പിയത്, ആരൊക്കെയാണ് മോശമായിട്ടുള്ള പെർഫോമൻസ് കാട്ടിക്കൂട്ടിയത്, അവരെ നോമിനേറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു വലിയ കടമ്പയിലേക്കാണ് മത്സരാർത്ഥികൾ ഒരുമിച്ചെത്തുന്നത്. അതിനു മുൻപായിട്ട് ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ബിന്നിക്ക് കഴിഞ്ഞ ആഴ്ചയിലെ ടാസ്കിൽ കൂടി ഒരു ഇമ്മ്യൂണിറ്റി ലഭിച്ചിട്ടുണ്ട്. ആ ഇമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ബിന്നിക്ക് ഒരാഴ്ച സേഫ് ആയിട്ട് അവിടെ നിൽക്കാം. പക്ഷേ ഇപ്പോൾ ബിന്നി ക്യാപ്റ്റനൂടി ആയിട്ടുണ്ട്. ക്യാപ്റ്റൻ ആയപ്പോൾ അതിൽ കൂടിയും ഒരു ഇമ്മ്യൂണിറ്റി വന്നിട്ടുണ്ട്. ക്യാപ്റ്റനെ ആർക്ക് നോമിനേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ ആഴ്ച ടാസ്ക് കളിച്ചപ്പോൾ ലഭിച്ച ആ ഇമ്മ്യൂണിറ്റി ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം, ഇല്ല കൊടുക്കാതെയും ഇരിക്കാം. എന്ത് വേണമെന്ന് ബിന്നിക്ക് തീരുമാനിക്കാം. ബിന്നി അല്പ ടൈം എടുത്ത് ചിന്തിച്ചിട്ട് ബിഗ് ബോസിനോട് പറഞ്ഞു, തൽക്കാലം ആ ഇമ്മ്യൂണിറ്റി ഞാൻ ആർക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ടാസ്ക് കളിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുത്ത സാധനമാണ്. അത് വെറുതെ കളഞ്ഞാലും ആർക്കും കൊടുക്കൂല. എന്ന് വെച്ചാൽ എനിക്കില്ലെങ്കിൽ നിനക്കും വേണ്ട എന്നുള്ള ആ നിലപാടിൽ ആ ഇമ്മ്യൂണിറ്റി നശിപ്പിച്ചു കളഞ്ഞു ബിന്നി. അത് ബിന്നിയുടെ വ്യക്തിപരമായ തീരുമാനമാണ്. പക്ഷേ ഇവിടെ ബിന്നി പറഞ്ഞൊരു ന്യായം ഇതാണ്. ഇത് ഞാൻ ആർക്കെങ്കിലും കൊടുത്താൽ പിന്നീട് ഇവിടെ ഗ്രൂപ്പിസമാകും, ഗ്രൂപ്പ് കളി നടത്തിയെന്ന് പറയും. അതുകൊണ്ട് എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഞാൻ പോകുന്നത്? ഞാൻ ആർക്കും കൊടുക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷേ കുറച്ചുകൂടി ബുദ്ധി ഉപയോഗിച്ച് ബിന്നി കളിച്ചിരുന്നുവെങ്കിൽ വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്ന, ഇനിയിപ്പോ നോമിനേഷനിൽ വന്നാലും സുരക്ഷിതനായിരിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഇമ്മ്യൂണിറ്റി കൊടുത്തിട്ട് ദുർബലനായ ഒരു മത്സരാർത്ഥിയെ നോമിനേഷനിലേക്ക് വലിച്ചിട്ട് കൊടുക്കുവാനുള്ള ഒരവസരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഇപ്പോൾ ആരും സുഖിക്കണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ബിന്നി എത്തുകയാണ്. അടുത്തതായി നോമിനേഷൻ. ഇന്ന് ഓപ്പൺ നോമിനേഷൻ ഇല്ല. എല്ലാ ആൾക്കാരും കൺഫെഷൻ റൂമിലേക്കാണ് പോകുന്നത് നോമിനേറ്റ് ചെയ്യുവാൻ വേണ്ടി. ആദ്യമായി അനീഷാണ് എത്തുന്നത്. അനീഷ് നെവിനെയും ഒനിലിനെയുമാണ് നോമിനേറ്റ് ചെയ്തത്. നെവിനെ നോമിനേഷനിലേക്ക് കൊണ്ടുവരുന്നതിന്റെ കാരണം അനീഷ് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ജ്യൂസ് ഫാക്ടറി ആ ടാസ്ക് നശിപ്പിച്ചത് നെവിനായിരുന്നു എന്ന രീതിയിലാണ്. കാരണം അദ്ദേഹം ഒരു ജ്യൂസ് കമ്പനിയുടെ ഓണറായിരുന്നു. ആ ഓണറായിരിക്കുന്ന വ്യക്തി ഒത്തിരി കോമാളിത്തരങ്ങൾ അവിടെ കാണിച്ചു. ആ ടാസ്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ കോമഡി കാണിക്കുകയും ആ ഗ്രൗണ്ടിന്റെ നടുവിൽ കിടന്നുകൊണ്ട് ഉരുളുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച കണ്ടു. അതിനുശേഷം അവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരും കാണാതെ അയാൾ വീടിനകത്തേക്ക് കയറുന്നു, അടുക്കളയിലേക്ക് ചെല്ലുന്നു, അവിടെ ചെന്ന് മാവെടുത്ത് കുഴച്ച് ചപ്പാത്തി പരത്തി ചുട്ട് തിന്നിട്ട് ഇറങ്ങി വരുന്നു. അപ്പോൾ ആ ടാസ്കിനെ വില കുറച്ച് കണ്ടു. ഒരു ഗൗരവമില്ലാതെയാണ് ടാസ്കിനെ സമീപിച്ചത്. അതുകൊണ്ട് നെവിനെ താൻ നോമിനേറ്റ് ചെയ്യുകയാണ്. രണ്ടാമത് ഒനിലിന്റെ പേരാണ് പറയുന്നത്. രാവിലെ നടന്ന പ്രശ്നത്തോടുള്ള ബന്ധത്തിലാണ് ഒനിലിനെ താൻ തെരഞ്ഞെടുക്കുവാൻ തയ്യാറായത്. കാരണം ഒനിൽ ഏറ്റവും മോശമായ കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്നു. കൃത്യസമയത്ത് ഭക്ഷണം ലഭിച്ചില്ല. അടുക്കളയിലെ കാര്യങ്ങൾ മുഴുവൻ അവതാളമായി. കിച്ചൺ ക്യാപ്റ്റൻ ഒരു ഉത്തരവാദിത്വമില്ലാത്ത വ്യക്തിയായി പ്രവർത്തിച്ചു. അതിന്റെ പരാതികളുമായിട്ട് ഒനിലിന്റെ അടുക്കൽ ചെന്നിട്ട് അയാൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു ഒനിലിന്റെ ക്യാപ്റ്റൻസി. അതുകൊണ്ട് ഒനിലും പുറത്തു പോകട്ടെ എന്നാണ് അനീഷിന്റെ തീരുമാനം. തുടർന്ന് അനുമോൾ എത്തുന്നു. സാബുമാനെയും ലക്ഷ്മിയുമാണ് നോമിനേറ്റ് ചെയ്യുന്നത്. സാബുമാനെ കുറിച്ച് താൻ പറയുന്നത്, സാബുമാൻ അവിടെ ഒരു ഗെയിമില്ല. അയാൾ ആരെങ്കിലും അവിടെ എന്തെങ്കിലും സംസാരിച്ചാൽ അതിന്റെ അറ്റത്ത് പിടിച്ച് എന്തെങ്കിലും സംസാരിക്കും എന്നുള്ളതല്ലാതെ യാതൊരു തരത്തിലും ടാസ്കിലും ഗെയിമിലും ഒന്നും ഒരു തരത്തിലുള്ള പെർഫോമൻസും സാബുമാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. രണ്ടാമത് ലക്ഷ്മി വളരെ വീക്കായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഒന്നിനോടും ഒരു താല്പര്യവുമില്ല, ടാസ്കുകളോട് താല്പര്യമില്ല, യാതൊരു ഗെയിമും കളിക്കുന്നില്ല, ഒരഭിപ്രായവുമില്ല. അപ്പോൾ ഈ വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസ് ഇവിടെ നിൽക്കുമ്പോൾ സ്ട്രോങ് കണ്ടസ്റ്റൻസ് പലരും പുറത്തു പോകുന്നു. അത് ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ട് ഈ രണ്ടാൾക്കാർ പുറത്തു പോകണം. തുടർന്ന് ആര്യൻ വരുന്നു. ആര്യൻ ആദിലയെയും അനുമോളെയുമാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ആദിലയെക്കുറിച്ച് ആര്യൻ പറയുന്നത്, കഴിഞ്ഞ വീക്കിൽ ആദില വളരെ ഇന്നാക്റ്റീവായിട്ടായിരുന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ആദിലയുടെ സംസാരം വളരെ മോശമാണ്. ടാസ്കുകളൊക്കെ കൊളമാക്കുവാൻ വേണ്ടിയായിരുന്നു ആദില ശ്രമിച്ചുകൊണ്ടിരുന്നത്. അനീഷിനെ ഇതിനിടയിൽ താൻ അടിച്ചു. എൻ്റെ നേരെയായിരുന്നു അങ്ങനെ കൈയോങ്ങുകയോ എന്നെ തല്ലുകയോ ചെയ്തിരുന്നതെങ്കിൽ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നെങ്കിൽ പോലും ഞാൻ ക്ഷമിക്കില്ലായിരുന്നു, ഞാൻ ആക്ഷൻ എടുക്കുമായിരുന്നു.
അതുകൊണ്ട് ഞാൻ ആദിലയെ നോമിനേറ്റ് ചെയ്യുകയാണ്. അടുത്തത് അനുമോൾ. അനുമോൾക്ക് ഒട്ടും സീരിയസ്നെസ് ഇല്ല. എപ്പോഴും അനുമോൾക്ക് കുട്ടിക്കളി മാത്രമാണ്. ഗെയിമിൽ യാതൊരു തരത്തിലുള്ള ഇംപ്രൂവ്മെന്റും ഇല്ല. ടാസ്കുകളൊന്നും അനുമോൾക്ക് മനസ്സിലാകുന്നുമില്ല. ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, പക്ഷേ ഞാനിപ്പോൾ ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അനുമോൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് അനുമോൾ പുറത്തു പോകണം. അടുത്തത് അക്ബറാണ് വരുന്നത്. അക്ബർ നൂറയുടെയും ലക്ഷ്മിയുടെയും പേരാണ് പറയുന്നത്. നൂറയെക്കുറിച്ച് താൻ പറയുന്നത് ഒരു ഇമ്പാക്റ്റും ഇപ്പോൾ നൂറ അവിടെ ഉണ്ടാക്കുന്നില്ല. ഒട്ടും സ്ട്രോങ് അല്ല. ഒരു ഗ്രൂപ്പിനകത്ത് പെട്ട് നൂറ അവിടെ കിടക്കുകയാണ്. ലക്ഷ്മി ആകട്ടെ ടാസ്കിൽ നിന്നും മാറി നിൽക്കുന്നു. ഒന്നും തന്നെ ലക്ഷ്മി അവിടെ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ രണ്ടാൾക്കാരും പുറത്തു പോകണം. ഒനിൽ വരുന്നു. ലക്ഷ്മിയെയും ജിസൈലിനെയുമാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഒനിൽ കുറേ സമയം സംസാരിക്കുന്നുണ്ട്. ലക്ഷ്മിയെക്കുറിച്ച് താൻ പറയുന്നത് ആ വീട്ടിൽ താൻ തുടരുവാൻ യാതൊരു യോഗ്യതയുമുള്ള വ്യക്തിയല്ല. ഒരു ഇഷ്യൂ ഉണ്ടാക്കി വന്ന ആഴ്ചയിൽ തന്നെ. അപ്പോൾ ആ ഇഷ്യൂ കഴിഞ്ഞപ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ് തുടർന്ന് താൻ ഗെയിമിലേക്ക് മടങ്ങി വരുമെന്ന്. പക്ഷേ തനിക്ക് ഒരു ഗെയിമും ഇല്ല എന്ന് താൻ അവിടെ തെളിയിച്ചു. ബോട്ടിൽ ടാസ്ക്. ഈ ബോട്ടിൽ ടാസ്ക് തുടങ്ങുന്ന സമയത്ത് താൻ മറ്റുള്ളവരോട് പറഞ്ഞു ഇത് എന്നെ കൊണ്ട് പറ്റുന്ന ടാസ്ക് അല്ല എന്ന്. പക്ഷേ ഒന്നും ചെയ്യാതെ താൻ മാറി നിന്നിട്ട് അവസാനം ടാസ്കിൽ ബഹളവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ മറ്റുള്ളവരെ ഉപദേശിക്കുകയും നിങ്ങൾ അൺഫെയർ ആയിട്ടാണ് ഈ ഗെയിം കളിച്ചത് എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും വിമർശിക്കുകയും ചെയ്തു എന്നാണ് ഒനിൽ പറയുന്നത്. തീർന്നില്ല. അടുത്തത് ആര്യന്റെയും ജിസൈലിന്റെയും ഇഷ്യൂ. ആ വിഷയത്തെക്കുറിച്ച് ആദ്യത്തെ സമയത്ത് ലക്ഷ്മി പറഞ്ഞിരുന്നത് ആര്യനും ജിസൈലും കാണിക്കുന്നതൊക്കെ വളരെ വൃത്തികേടാണ്, മോശമായിട്ടുള്ള കാര്യങ്ങളാണെന്നായിരുന്നു. എന്നാൽ കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടൻ അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ലക്ഷ്മിയുടെ അഭിപ്രായം ചോദിച്ചു. അന്നേരം ലക്ഷ്മി പറഞ്ഞത് കാണുന്നവന്റെ കണ്ണിലാണ് കുരു എന്ന് നെവിൻ പറഞ്ഞ ആ വാക്കെടുത്തിടുകയും കൂടാതെ അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്, നല്ല ബോണ്ടിങ് ആണ് അവർ തമ്മിലുള്ളത്, ഇത് കാണുന്ന മറ്റുള്ളവർക്കാണ് അശ്ലീലമായിട്ട് തോന്നുന്നതെന്ന്. അപ്പോൾ ലക്ഷ്മിയുടെ ആദ്യത്തെ നിലപാടും ഈ നിലപാടും തമ്മിൽ ഒട്ടും യോജിക്കുന്നില്ല. ലക്ഷ്മി ഫേക്കാണ്, മലക്കം മറിഞ്ഞ ആളാണ്, ഒരു നിലപാടുമില്ലാത്ത ആളാണ്. മാത്രവുമല്ല ആ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യങ്ങളിലും ലക്ഷ്മിയുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഒന്നും തന്നെയില്ല. ഇനി എന്തെങ്കിലും ഒരു ബഹളം നടക്കുമ്പോൾ അതിനകത്തേക്ക് കയറി വന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അപ്പോഴേ പോകും. പിന്നെ ലക്ഷ്മിയുടെ പൊടി പോലും അവിടെ കണ്ടെത്തുവാൻ കഴിയില്ല. സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ കീഴിൽ വന്ന് ചിലർ കമന്റ് ഇട്ടിട്ട് പോകുന്നത് പോലെയാണ്. കമന്റ് ഇടും, പോകും, പിന്നെ ആ വഴിക്ക് അവർ എത്താറില്ല. ഇതുപോലെ തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ ലക്ഷ്മി എന്നാണ് ഒനിൽ പറഞ്ഞു വെക്കുന്നത്. രണ്ടാമത് ജിസൈല്. ജിസൈലിന്റെ പ്രത്യേകത, ജിസൈൽ ഒരു സംഭവം കിട്ടിയാൽ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലാക്കും. ആര്യനും ജിസൈലും തമ്മിൽ ഫ്രണ്ട്സ് ആണോ അതോ ലവ് ആണോ? ലവ് ട്രാക്ക് പിടിച്ച് മുൻപോട്ട് പോകുന്ന അത് അവരുടെ സ്ട്രാറ്റജിയാണോ? അവർ തമ്മിൽ ഫ്രണ്ട്സ് ആണെങ്കിലും ലവ് ആണെങ്കിലും ഇവിടെ ആർക്കും ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഇത് അവരുടെ ഒരു സ്ട്രാറ്റജിയാണ്. അവരെപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം. അങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ ചർച്ച ചെയ്യപ്പെടുവാൻ വേണ്ടി അവർ ലവ് ട്രാക്ക് പിടിച്ച് എല്ലാവരുടെയും മുൻപിൽ അഭിനയിക്കുകയാണ്. ഈ അഭിനയങ്ങൾക്ക് അക്ബർ കൂട്ടുനിൽക്കുന്നു. ഈ ഒരു ലവ് ട്രാക്ക് അല്ലാതെ ജിസൈലിന് വേറെ അവിടെ ഒരു കളിയുമില്ല. ജിസൈൽ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് ഈ ലവ് ട്രാക്ക് യാഥാർത്ഥ്യമാണോ അതോ കളവാണോ എന്നറിയാതെ എല്ലാവരും തെറ്റിദ്ധരിച്ച് നടക്കുകയാണ്. അങ്ങനെ മറ്റു മത്സരാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ജിസൈൽ വിജയിച്ചിട്ടുണ്ട്. ആര്യൻ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷേ ആര്യനെ പോലും അവൾ തന്റെ വലയിലാക്കി കളഞ്ഞു. ആര്യന് ഗെയിം കളിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. അതുമാത്രവുമല്ല, കഴിഞ്ഞ ആഴ്ചയിൽ അവർക്കെതിരായി ശബ്ദമുയർത്തിയ അഭിലാഷ് ആ വീക്കിൽ പുറത്തുപോയി. ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അവർക്കെതിരെ ആര് ശബ്ദമുയർത്തിയാലും അവരൊക്കെ പുറത്തു പോകും, ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നവർ സൂക്ഷിച്ചോണം എന്നുള്ള ഒരു ഭീഷണി കൂടി ഇപ്പോൾ പറയുന്നുണ്ടത്രേ. അതുകൊണ്ട് തന്നെ എനിക്കതൊന്ന് പരീക്ഷിക്കണം. ഞാൻ അവർക്കെതിരെ കളിക്കാൻ പോവുകയാണ്. ഞാൻ പുറത്തു പോകുമോ ഇല്ലയോ എന്ന് എനിക്കൊന്നറിയണം. ഇത്രയും ദീർഘമായി സംസാരിച്ചാണ് തൻ്റെ നോമിനേഷൻ പൂർത്തിയാക്കുന്നത്. അടുത്തതായിട്ട് എത്തുന്നത് ജിസൈലാണ്. ജിസൈൽ ലക്ഷ്മിയുടെ പേരാണ് പറയുന്നത്. ജിസൈൽ പറയുന്നത് വന്ന ആഴ്ചയിൽ തന്നെ അവരിവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി. പക്ഷേ പോകെ പോകെ വെറുതെ അവർ ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന ഒരാളായി മാറിയിരിക്കുകയാണ്. ഗെയിമിനോട് ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഇല്ല. വെറുതെ ഇരുന്ന് അങ്ങനെ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുകയാണ്. അടുത്തത് നൂറ. നൂറ ഇവിടെ ഹോളിഡേ ആഘോഷിക്കാൻ വന്നതുപോലെയാണ് തോന്നുന്നത്. വെറും കുട്ടിക്കളി മാത്രമാണ്. ഈ വീട്ടിൽ ഒരു കാര്യത്തിലും നൂറയുടെ ഇൻവോൾവ്മെന്റ് കാണാനില്ല. ഷാനവാസ് വന്നിട്ട് നെവിനെയും അനുമോളെയുമാണ് നോമിനേറ്റ് ചെയ്തത്. നെവിൻ കഴിഞ്ഞ ആഴ്ചയിലെ ടാസ്കിൽ ആകപ്പാടെ കുറേ വികൃതികളൊക്കെ കാണിക്കുകയും എല്ലാം നശിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് നെവിനെ താൻ നോമിനേറ്റ് ചെയ്യുന്നു. അനുമോളെക്കുറിച്ച് താൻ പറയുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ ടാസ്ക് നശിപ്പിക്കുവാൻ കാരണക്കാരിയായി തീർന്നത് അനുമോളായിരുന്നു അതിൻ്റെ മുഖ്യ ആള്. തനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്കും കിട്ടരുത് എന്നുള്ള ഒരു ശാഠ്യം അനുമോൾക്കുണ്ടായിരുന്നു. അതുമാത്രവുമല്ല, ആര്യന്റെയും ജിസൈലിന്റെയും വിഷയം, ആ വിഷയം വിടാതെ തന്നെ അനുമോൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനുള്ളിലേക്ക് അനാവശ്യമായിട്ട് തന്നെയും അനുമോൾ വലിച്ചിഴച്ചു. അതുകൊണ്ട് അനുമോളെയും നോമിനേറ്റ് ചെയ്യുന്നു.
പിന്നീട് നെവിൻ വരികയാണ്. നെവിൻ സാബുമാനെയും ജിസൈലിനെയുമാണ് നോമിനേറ്റ് ചെയ്യുന്നത്. സാബുമാനെ കുറിച്ച് പറയുന്നത്, അഴിച്ചുവിട്ടൊരു പട്ടം പോലെയാണ് സാബുമാൻ ഇപ്പോൾ. പല സമയത്തും പട്ടത്തിന്റെ നൂല് പല ആൾക്കാരുടെ കയ്യിലാണ്. അവർ പലരുമാണ് ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും തന്റെ പ്രസൻസ് ഇവിടെ താൻ വെളിപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് സാബുമാൻ ഇവിടുന്ന് പോട്ടെ, ഇവിടെ നിൽക്കാൻ പാടില്ല. ജിസൈല്, ആലു പൊറോട്ട, ബിന്നി, നെവിൻ, ഇത് മാത്രമാണ് ജിസൈലിന്റെ ഇവിടുത്തെ ഗെയിം. ഒന്നുകിൽ ചപ്പാത്തി അല്ലെങ്കിൽ ആലു പൊറോട്ട, ഇതിനപ്പുറത്ത് മറ്റൊരു ഗെയിമില്ല. ഇതുണ്ടാക്കി ഓരോരുത്തർക്ക് കൊടുക്കുക, ആൾക്കാരെ കൂടെ നിർത്തുക. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇടപെടേണ്ട വിഷയങ്ങളിൽ ഒന്നും ഇടപെടാതെ അവർ സേഫ് ഗെയിം കളിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജിസൈൽ ഈ ആഴ്ച പുറത്തു പോകട്ടെ. ആദിലയാണ് തുടർന്നെത്തുന്നത്. ആദില ലക്ഷ്മിയെയാണ് ആദ്യം നോമിനേറ്റ് ചെയ്തത്. ടാസ്കിൽ യാതൊരു ഇൻട്രസ്റ്റുമില്ല. ഓരോ ടാസ്കുകളും വരുമ്പോഴും അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയാണ്. സ്വന്തം കാര്യം മാത്രം നോക്കി താൻ അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഡ്യൂട്ടിയിൽ എല്ലാവരെയും കൂടി ഒരുമിച്ചിട്ടാൽ പോലും അതുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ തനിക്ക് താല്പര്യമില്ല. തനിക്ക് തൻ്റെ കാര്യം മാത്രമാണ്. അതുപോലെ യാതൊരു നിലപാടുമില്ലാത്ത വ്യക്തിയാണ് താൻ എന്ന് തെളിയിച്ചു. ആര്യന്റെയും ജിസൈലിന്റെയും വിഷയത്തിൽ താൻ ആദ്യം പറഞ്ഞ നിലപാട്, ആ നിലപാടിൽ നിന്നും അടുത്ത ദിവസം തന്നെ താൻ മറുകണ്ഠം ചാടി ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് അവർ നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്, അവർക്ക് നല്ല ബോണ്ടിങ് ആണ് എന്ന് പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു. എന്നാൽ ആദ്യം അവർ തമ്മിൽ കാണിക്കുന്നത് മോശമാണ്, അത് ശരിയല്ല എന്ന് പറഞ്ഞ് അവർ ആര്യനെ ഉപദേശിക്കുകയും ചെയ്തു. ഈ കാരണത്താൽ ലക്ഷ്മിയെ താൻ നോമിനേറ്റ് ചെയ്യുന്നു. തുടർന്ന് ഒനിലിന്റെ പേര് പറയുന്നുണ്ട്. ഒനിൽ ഇപ്പോഴും കളത്തിലിറങ്ങി കളിക്കുവാൻ തുടങ്ങിയിട്ടില്ല. സേഫ് ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒനിലും പുറത്തു പോകണം. സാബുമാൻ വരുന്നു. അനുമോളെയും ആദിലയുമാണ് താൻ നോമിനേറ്റ് ചെയ്യുന്നത്. അനുമോള് ടാസ്ക് കുളമാക്കി, ഫേവറിറ്റിസം കാണിക്കുന്നു, ഇങ്ങനെയുള്ള കംപ്ലൈന്റുകളാണ്. ആദിലയാകട്ടെ ടീമായിട്ടാണ് കളിക്കുന്നത്. നൂറയും ആദിലയും ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ രണ്ടിനെയും രണ്ടാക്കി ബിഗ് ബോസ് മാറ്റിയെങ്കിലും ഇപ്പോഴും രണ്ടുപേരും ഒന്നായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് അനുമോളും ആദിലയും ഈ വീട്ടിൽ തുടരുവാൻ പാടില്ല. അതിനുശേഷം ലക്ഷ്മി എത്തുന്നു. ആദിലയുടെയും നൂറയുടെയും പേര് പറയുന്നു. ആദിലയ്ക്ക് ടാസ്ക് മനസ്സിലാകുന്നില്ലെന്നാണ് ലക്ഷ്മിയുടെ കംപ്ലൈന്റ്. നൂറയാകട്ടെ ആദിലയുടെ എല്ലാ തെറ്റുകൾക്കും കുടപിടിച്ച് അതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് അവളുടെ പിന്നാലെ നടക്കുന്നു. ഇതാണ് ലക്ഷ്മി കണ്ടെത്തിയിരിക്കുന്നത്. നൂറ വരുന്നു. നൂറ ഒനിലിനെയും നെവിനെയുമാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഈ രണ്ടാൾക്കാരും കാര്യമായിട്ട് ഒരു എഫേർട്ടും ബിഗ് ബോസ് വീട്ടിൽ എടുക്കുന്നില്ല. അതുകൊണ്ട് ഒനിലും നെവിനും പുറത്തു പോകണമെന്ന് പറയുന്നു. അവസാനമായിട്ട് എത്തുന്നത് ക്യാപ്റ്റൻ ബിന്നിയാണ്. ബിന്നി വന്നിട്ട് അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ ബോട്ടിൽ ഫാക്ടറി എന്ന ടാസ്ക് അത് നശിപ്പിച്ചു കളഞ്ഞത് അനീഷ് ഒറ്റയൊരുത്തനായിരുന്നു. അയാളുടെ ക്യാരക്ടർ എന്താണെന്ന് പോലും അയാൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. ഇതിനിടയ്ക്ക് ആദിലയുടെ കയ്യിൽ നിന്നും തല്ലുകൊണ്ടു. ഫിസിക്കൽ അസോൾട്ടാണ് അവിടെ നടന്നത്. പക്ഷേ ആ അടി കൊണ്ടപ്പോൾ തനിക്കതിൽ യാതൊരു കംപ്ലൈന്റും ഇല്ല എന്ന് അപ്പോൾ തന്നെ പ്രതികരിച്ചു. സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടിയാണ് കാര്യങ്ങളെ കാണുന്നത്. പക്ഷെ അതേ ആള് തന്നെ ലാലേട്ടൻ വന്നപ്പോൾ ആദില വ്യക്തിപരമായി തന്നോട് വൈരാഗ്യം തീർക്കുകയായിരുന്നു എന്ന് പോലും തോന്നിപ്പോയി എന്ന് പറഞ്ഞ് അത് വളരെ വലിയൊരു കംപ്ലൈന്റ് ആയിട്ട് ലാലേട്ടനോട് പറയുകയും ചെയ്തു. നിലപാടില്ലാത്തവൻ, അതുകൊണ്ട് അയാളെ നോമിനേറ്റ് ചെയ്യുകയാണ്. രണ്ടാമത് ജിസൈൽ ആര്യന്റെ കാര്യം മാത്രം നോക്കി നടക്കുകയാണ്. ഫുഡ് ആര്യൻ, ഇതിനപ്പുറത്ത് ജിസൈലിന് അവിടെ ഒന്നും തന്നെ ഇല്ല. ജിസൈൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകിൽ ആര്യന്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിലും മാത്രം. ഇതിനപ്പുറത്ത് ജിസൈലിന് ഒരു ഗെയിം തന്നെ ഇല്ല എന്ന് പറഞ്ഞ് ജിസൈലിനെയും അനീഷിനെയും നോമിനേറ്റ് ചെയ്ത് അങ്ങനെ ഇന്നത്തെ നോമിനേഷൻ അവസാനിക്കുകയാണ്. ഒടുവിൽ 2 ഓട്ടോടുകൂടി സാബുമാനും 3 ഓട്ടുകൾ വീതം നേടി ജിസൈൽ, ആദില, നെവിൻ, അനുമോൾ, ഒനിൽ, നൂറ എന്നിവരും എത്തിയപ്പോൾ 5 ഓട്ടുകളോടെ എല്ലാവരുടെയും മുൻപിൽ ലക്ഷ്മിയും എത്തി. അങ്ങനെ ഈ ആഴ്ചയിൽ 8 പേരാണ് ടോട്ടലി നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. ഈ നോമിനേഷൻ ശരിക്കും പരിശോധിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും ഒരു ലക്കും ലഗാനും ഇല്ലാതെ നോമിനേറ്റ് ചെയ്തതുപോലെയാണ് തോന്നുന്നത്. അനുമോള്, ആദില, നൂറ, ഈ ആൾക്കാരുടെയൊക്കെ മെയിൻ ടാർഗറ്റ് തന്നെ ആര്യൻ, ജിസൈൽ, അക്ബർ ഒക്കെ ആയിരുന്നു. അക്ബർ അവരുടെ പ്രധാനപ്പെട്ട ശത്രുവാണ്. ഓരോരോ കൊച്ചു ഗ്രൂപ്പുകൾ കൂടുമ്പോഴും അവർ അക്ബറിനെതിരായിട്ടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അക്ബർ പുറത്തു പോകണം എന്ന് ഇവരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്, ഷാനവാസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ. പക്ഷേ എന്താണ് നോമിനേഷൻ വന്നപ്പോൾ ചെയ്തത്? ഇവരാരും അക്ബറിനെ നോമിനേറ്റ് ചെയ്യുവാൻ തയ്യാറായില്ല. ഒറ്റയാള് ഈ ആഴ്ച അക്ബറിനെതിരെ സംസാരിച്ചില്ല, അക്ബറിനെ നോമിനേറ്റ് ചെയ്തില്ല. എന്നാൽ ഇവരുടെ എല്ലാം പൊതുശത്രു അക്ബർ ആണ് താനും. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അതെ, പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. അനുമോളുടെയൊക്കെ സന്തത സഹചാരിയായി കൂടെ നടന്ന ഷാനവാസ് പോലും കൺഫെഷൻ റൂമിലെത്തിയപ്പോൾ ഞെട്ടിച്ചു കളഞ്ഞു. അനുമോളെ നോമിനേറ്റ് ചെയ്തു, അക്ബറിനെ വെറുതെ വിട്ടു. ആര്യനാണെങ്കിൽ നോമിനേഷൻ കഴിഞ്ഞപ്പോൾ തുള്ളിച്ചാടുകയാണ്. ആദ്യമായിട്ടാണ് നോമിനേഷൻ ഇല്ലാത്ത ഒരാഴ്ച തന്റെ മുൻപിൽ വന്നിരിക്കുന്നതെന്ന്. ഇവരെയൊക്കെ വിമർശിച്ച ആൾക്കാർ എന്തുകൊണ്ടാണ് അവരെ ആരെയും നോമിനേറ്റ് ചെയ്യാതിരുന്നത്?
ആര്യൻ, അക്ബർ, ഷാനവാസ്, അനീഷ്, ബിന്നി ഇത്രയും ആൾക്കാർ ഈ ആഴ്ച നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു. ബിന്നി ക്യാപ്റ്റൻ ആയതുകൊണ്ട് ബിന്നി രക്ഷപ്പെട്ടു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. എന്നാൽ ബാക്കിയുള്ള വ്യക്തികൾ എന്തുകൊണ്ടാണ് നോമിനേഷനിൽ വരാതിരുന്നത്? അനീഷൊക്കെ എന്തായിരുന്നു കഴിഞ്ഞ ടാസ്കിൽ കാണിച്ചു കൂട്ടിയത്? പക്ഷെ അനീഷിന്റെ പേര് ബിന്നി മാത്രമാണ് പറഞ്ഞത്. അതുകൊണ്ട് അനീഷ് രക്ഷപ്പെടുകയാണ്. ചുരുക്കി പറഞ്ഞാൽ കാര്യങ്ങളെ വ്യക്തമായി കാണുവാനോ മനസ്സിലാക്കുവാനോ അതിനനുസരിച്ച് തീരുമാനമെടുക്കാനോ പോലും ഈ സീസണിലെ മത്സരാർത്ഥികൾക്ക് കഴിയുന്നില്ല എന്നുള്ള ഏറ്റവും വലിയൊരു തോൽവിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തുടർന്ന് കാണുന്നത് മാരുതി കാറിന്റെ ഒരു സ്പോൺസർഡ് ടാസ്ക് ആണ്. അതിനുശേഷം വളരെ ആകാംക്ഷയോടുകൂടി രാവിലെ മുതൽ ബിന്നി കാത്തിരിക്കുകയായിരുന്നു തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വരവിന് വേണ്ടി. അങ്ങനെ നുബിൻ വരികയാണ്. വളരെ മനോഹരമായൊരു മൊമെന്റ് തന്നെയായിരുന്നു എന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല. അനീഷിനും ഷാനവാസിനും കൊടുത്ത ആ കഠിനമായ ടാസ്കുകളൊന്നും തന്നെ ബിഗ് ബോസ് ബിന്നിക്ക് കൊടുത്തില്ല. ന്യൂബിന്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുന്നു. അങ്ങനെ വലിയ വാതിൽ തുറക്കുന്നു. ന്യൂബിൻ അകത്തേക്ക് പ്രവേശിക്കുന്നു. ബിന്നി പോയി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. വളരെ മനോഹരമായ ഒരു റൊമാൻറ്റിക് മൊമെന്റ്. തുടർന്ന് വളരെ സന്തോഷത്തോടെ ആ വീട്ടിലേക്ക് ന്യൂബിൻ പ്രവേശിക്കുകയും എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യുകയും ചെയ്യുന്ന കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ എപ്പിസോഡിന്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്. ലൈവ് കണ്ടിട്ടുള്ളവർക്കറിയാം, ബിന്നി ഒരു കൊട്ടേഷനെതിരിടയ്ക്ക് അടിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ഇവിടെ ആരും ഉറങ്ങത്തില്ല, എല്ലാ ആൾക്കാരുടെയും കണ്ണ് നമ്മുടെ ബെഡിലേക്ക് തന്നെ ആയിരിക്കുമെന്ന്. കാരണം ഇന്നിവിടെ ചിലതൊക്കെ നടക്കുമെന്നാണ് ചിലരുടെ ചിന്ത. ബിന്നിയുടെ എന്തൊരു പ്രഡിക്ഷനാണ്. എന്തായാലും ആ ഒരു പ്രഡിക്ഷൻ വന്നതോടുകൂടി ഒരു കോമഡിയാക്കി അതിനെ മാറ്റാൻ നെവിൻ അങ്ങ് തീരുമാനിച്ചു. രണ്ടാൾക്കാരും കൂടി അവരുടെ ബെഡിൽ കിടക്കുകയാണ്. ബ്ലാങ്കറ്റൊക്കെ എടുത്തിട്ട് മൂടിയിരിക്കുന്നു. അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് അവർ പല കാര്യങ്ങൾ പറയുകയാണ്. എന്നാൽ നെവിനാണെങ്കിൽ അവരുടെ പ്രൈവസിയിലേക്ക് ബോധപൂർവ്വം ഇടിച്ചു കയറുകയും ആ കിടക്കയിലേക്ക് തന്നെ ഇമവെട്ടാതെ നോക്കിയിരിക്കുകയും ചെയ്യുകയാണ്. അതിനെ ചൊല്ലി അവിടെ ഭയങ്കര സംസാരവും ചിരിയും ബഹളവും ഒക്കെ നടക്കുന്നുണ്ട്. ഒടുവിൽ അനുമോൾ എഴുന്നേറ്റ് വന്നിട്ട് ഒരു ബ്ലാങ്കറ്റും ഒന്ന് രണ്ട് തലയണയും വെച്ചിട്ട് നെവിന്റെ കാഴ്ചയെ മറച്ചു പിടിക്കുന്നുണ്ട്. നെവിൻ അതുകൊണ്ടും തീരുന്നില്ല. നെവിൻ അതെല്ലാം വലിച്ചു വാരി ദൂരെ കളഞ്ഞിട്ട് പിന്നെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കുൽസിതം കാണുവാൻ വേണ്ടി ആ കിടക്കയിലേക്ക് തന്നെ കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കുകയാണ്. സഹി കെട്ടിട്ട് നെവിനെ വിളിച്ചുകൊണ്ട് അനുമോള് പോയി തൻ്റെ കട്ടിലിൽ കിടത്തിയിട്ട് പുതപ്പിക്കുന്നുണ്ട്. അവിടെ കിടത്തിയിട്ട് പറയുകയാണ്, നിനക്ക് അത്ര സീൻ കാണണമെന്നുണ്ടെങ്കിൽ ദേ അങ്ങോട്ട് നോക്കിക്കോ, ഞാൻ കണ്ടു മടുത്തതാണ്, ഇനിയിപ്പോൾ നീ നോക്കിക്കോളാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോഴേക്കും നെവിന് ഒരു പൂതി, ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്. അതെ, നെവിൻ പിന്നീട് ആര്യനെയും ജിസൈലിനെയും മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കുറേ നേരം കിടക്കുന്ന കാഴ്ച. ഇതെല്ലാം ഒരു ഫണ്ണാണ് കേട്ടോ, കോമഡിയാണ്. ആരും സീരിയസ് ആയിട്ടല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ചിലരൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് വീഡിയോയും ആ സമയത്ത് ഇട്ടിരുന്നു. പക്ഷേ അതിനെ ഒരു ഫൺ മൊമെന്റ് ആയിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. പക്ഷേ ഇതിനിടയ്ക്ക് കിടന്നിട്ട് ആര്യന് കിടപ്പ് വരുന്നില്ല. ആര്യൻ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി ബിന്നിയുടെയും ന്യൂബിന്റെയും കട്ടിലേക്ക് നോക്കുന്നുണ്ട്. ഈ കാഴ്ചകളോടൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.